Atlantis, a Lost Sonnet by Ivan Bolland. Ivan Bolland was born in Ireland and later moved to England at the age of 8. സോ ഇവാൻ ബോളണ്ട് ജനിക്കുന്നത് അയർലൻഡിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവാൻ ബോളണ്ട് ഇംഗ്ലണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഇവാൻ ബോളണ്ടിൻ്റെ വർക്ക്സിലെല്ലാം നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന് ഐറിഷ് നാഷണൽ ഐഡൻറ്റിറ്റി, രണ്ടാമത്തത് റോൾ ഓഫ് വുമൺ ഇൻ ഐറിഷ് ഹിസ്റ്ററി. ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ വിമൻ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ്, ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ്, ചാലഞ്ചസ് ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് എഴുതിയിട്ടുള്ളൊരു റൈറ്റർ കൂടെയാണ് ഇവാൻ ബോളണ്ട്. ഇവാൻ ബോളണ്ട് ആസ് എ സ്ട്രോങ് ഫെമിനൈൻ വോയിസ് ഫ്രം അയർലൻഡ്. ഇവാൻ ബോളണ്ടിൻ്റെ മറ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് പോയംസ് ഇൻ 1962, ഇൻ ഹെർ ഓൺ ഇമേജ് ഇൻ 1980, നൈറ്റ് ഫീഡ് ഇൻ 1982, ഔട്ട്സൈഡ് ഹിസ്റ്ററി ഇൻ 1990. സോ അറ്റ്ലാന്റിസ് എ ലോസ്റ്റ് സോണറ്റ് എന്നുള്ള ഈ ഒരു പോയം ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള കളക്ഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പോയമാണ്. ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള ഈ ഒരു കളക്ഷൻ ശരിക്കും പബ്ലിഷ് ചെയ്യുന്നത് 2007. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ചെയ്യാം. സോ അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സംതിങ് മാജസ്റ്റിക് ദാറ്റ് വൺസ് എക്സിസ്റ്റഡ്. ഒരിക്കൽ എക്സിസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ശരിക്കും അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പണ്ട് എക്സിസ്റ്റ് ചെയ്ത ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ്ലാന്റിസ് എന്നുള്ള വേർഡ് ശരിക്കും യൂസ് ചെയ്യുക. അറ്റ്ലാന്റിസ് വാസ് എ ഗ്രേറ്റസ്റ്റ് മിത്തിക്കൽ സിറ്റി. അപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു ഈ ഒരു അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ സിറ്റി. സോ അതൊരു ദിവസം കടലിനടിയിലേക്ക് മുങ്ങിപ്പോയിട്ടുള്ളൊരു സിറ്റിയാണ്. സോ അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് പ്ലാറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ. സോ ഇവിടെ പോയിട്ട് അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് യൂസ് ചെയ്യാനുള്ള കാരണം ബ്രിട്ടീഷ് ഇൻവേഷന് മുൻപുള്ള അയർലൻഡിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രിട്ടീഷ് ഇൻവേഷനോട് കൂടെ ഒരുപാട് ചേഞ്ചസ് വന്നു. അതായത് അയർലൻഡിൽ ഒത്തിരി ചേഞ്ചസ് അയർലൻഡിൽ വന്നു. സോ ആ ഒരു ചേഞ്ചസ് വന്നിട്ടുള്ള അയർലൻഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അയർലൻഡിനെ പറ്റി ഒന്നും പോയിട്ടിന് പറയാനില്ല. പക്ഷെ പോയിട്ട് മെൻഷൻ ചെയ്യുന്നത് ഈ ബ്രിട്ടീഷ് ഇൻവേഷൻ വന്നതിന് മുൻപുള്ള ആ ഒരു പഴയ അയർലൻഡിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ടാണ് പോയിട്ട് അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പഴയ അയർലൻഡിനെ എന്താ ഒരിക്കലും തിരിച്ചു കിട്ടില്ല, കാരണം അത്രയും ചേഞ്ചസ് ഇപ്പോൾ അയർലൻഡിൽ വന്നു ബ്രിട്ടീഷ് ഇൻവേഷൻ വന്നതിന് ശേഷം. സോ ആ പഴയ ഒരു അയർലൻഡിനെ മെൻഷൻ ചെയ്യാനാണ് പോയിട്ട് ഇവിടെ അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. സോ ശരിക്കും അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് ലോസ്റ്റ് ഫോർ എവർ ആൻഡ് ഇറ്റ് വിൽ നെവർ റിട്ടേൺ. സോ നഷ്ടപ്പെട്ടു പോയതും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാനാണ് അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ശരിക്കും യൂസ് ചെയ്യുക. ഇനി ഒരു പോയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 സ്റ്റാൻസ സോണറ്റ് വിത്ത് 16 ലൈൻസ് ആണ്. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദ പോയം ആൻഡ് നൗ വിൽ ഡിസ്കസ് ദ പോയം. So the first stanza: how on earth did it happen? I used to wonder that a whole city, arcs, pillars, colonnades, not to mention vehicles and animals, had one fine day gone under. So ഇവിടെ പോയിട്ട് ചോദിക്കുകയാണ് ഹൗ ഓൺ എർത്ത് ഡിഡ് ഇറ്റ് ഹാപ്പൻ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഐ യൂസ് ടു വണ്ടർ, ഞാനിങ്ങനെ വണ്ടർ ചെയ്യാറുണ്ട്. കാരണം ഒരു ഹോൾ സിറ്റി, ആ ഒരു സിറ്റിയിലുണ്ടായിരുന്ന ആർച്ചസ്, പില്ലേഴ്സ്, കൊളോണീറ്റ്സ്, വെഹിക്കിൾസ്, ആനിമൽസ് എല്ലാം എന്താണ് ഒരു ദിവസം പെട്ടെന്ന് വാനിഷ് ചെയ്യപ്പെട്ടു. എന്ന് വെച്ചാൽ കടലിനടിയിൽ മുങ്ങിപ്പോയി എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം പോയി. സോ നെക്സ്റ്റ്, I said to myself, the world was small then, surely a great city must have been missed. I miss our old city. ഇവിടെ പോയിറ്റിനോട് തന്നെ പറയുകയാണ് ഈ ഒരു സിറ്റി മിസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് പോയിറ്റിന് ഈ ഒരു വേൾഡ് തന്നെ വളരെ ചെറുതായി പോയതുപോലെ തോന്നുകയാണ്. ഇവിടെ പോയിറ്റിന് എന്താണ്, ഐ മിസ് അവർ ഓൾഡ് സിറ്റി. പോയിറ്റിൻ്റെ ഓൾഡ് സിറ്റീനെ മിസ് ചെയ്യുന്നുണ്ട്. അതായത് പഴയ അയർലൻഡിനെയാണ് പോയിറ്റ് ഇവിടെ മിസ് ചെയ്യുന്നത്. വൈറ്റ് പെപ്പർ, വൈറ്റ് പുഡിംഗ്, യു ആൻഡ് ഐ മീറ്റിംഗ് അണ്ടർ ഫാൻ ലൈറ്റ്സ് ആൻഡ് ലോ സ്കൈസ് ടു ഗോ ഹോം ഇൻ ഇറ്റ്, മേ ബി വാട്ട് റിയലി ഹാപ്പൻഡ് ഇസ് ദിസ്. സോ
ഇവിടെ പോയിട്ട് പണ്ട് അയർലൻഡിൽ പോയിട്ടിൻ്റെ ബിലവഡുമായിട്ട് സ്പെൻഡ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വൈറ്റ് പെപ്പർ, വൈറ്റ് പുഡിംഗ്, യു ആൻഡ് ഐ മീറ്റിംഗ് അണ്ടർ ഫാൻ ലൈറ്റ്സ് ആൻഡ് ലോ സ്കൈസ് ടു ഗോ ഹോം ഇൻ ഇറ്റ്. സോ പോയിറ്റിൻ്റെ ബിലവഡും മീറ്റ് ചെയ്യുന്നത് അണ്ടർ ദ ഫാൻ ലൈറ്റ്സ് അല്ലേ. അതുപോലെ തന്നെ പോയിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന അവരുടെ ഹോമിലേക്ക് തിരിച്ച് പോകുന്നത്. അങ്ങനെ പല കാര്യങ്ങളും പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. പോയിറ്റിൻ്റെ ബിലവഡുമായിട്ട് ആ പഴയ അയർലൻഡിൽ സ്പെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം, അവർ സ്പെൻഡ് ചെയ്ത ടൈം, അന്നത്തെ മെമ്മറീസ്, അതെല്ലാം പോയിട്ട് വീണ്ടും ഇങ്ങനെ ഓർക്കുവാണ്. സോ പോയിട്ട് ആ ഒരു പഴയ അയർലൻഡിൽ പോയിറ്റിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പോയിട്ട് അവിടെ മിസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മേ ബി വാട്ട് റിയലി ഹാപ്പൻഡ് ഈസ് ദിസ്. ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ, the old fable makers searched hard for a word to convey that what is gone forever and never found it. സോ ഇവിടെ പറയുന്നത് ഓൾഡ് ഫേബിൾ മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കഥ ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ സ്റ്റോറി എഴുതുന്നവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. സോ അവർ ശരിക്കും എന്താണ് ചെയ്തിട്ടുണ്ടാവുക, അവർ ശരിക്കും ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഒരു വേർഡിന് വേണ്ടിയിട്ട്. ഏത് വേർഡിന് വേണ്ടിയിട്ടായിരിക്കും സെർച്ച് ചെയ്തിട്ടുണ്ടാവുക? പോയത് പോയി, ഇനി ഒരിക്കലും അത് തിരിച്ച് കിട്ടില്ല എന്ന് ഉള്ള ആ ഒരു അത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു വേർഡിന് വേണ്ടി സെർച്ച് ചെയ്തു. ആൻഡ് അവർക്ക് ആ വേർഡ് ശരിക്കും കിട്ടി. എന്തായിരുന്നു ആ വേർഡ്? അറ്റ്ലാന്റിസ് അല്ലേ. ആൻഡ് സോ ഇൻ ദ ബെസ്റ്റ് ട്രഡീഷൻസ് ഓഫ് വെയർ വി കം ഫ്രം ദേ ഗേവ് ദെയർ സോറോ എ നെയിം ആൻഡ് ഡ്രോൺഡ് ഇറ്റ്. സോ അവർ ആ ഒരു സങ്കടത്തിന് നഷ്ടപ്പെട്ടു പോയത് പോയി, ഇനി അത് ഒരിക്കലും തിരിച്ച് കിട്ടില്ല. സോ ഇവിടെ ഇവിടെ ഇവർക്ക് അയർലൻഡാണ് അല്ലേ. ആ ഒരു പഴയ അയർലൻഡ് അവർക്ക് നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സോ അങ്ങനത്തെ ഒരു സംഭവത്തിന്, ആ ഒരു സോറോയിന്, ആ ഒരു ദുഃഖത്തിന് അവരൊരു പേര് കണ്ടുപിടിച്ചു. എന്തായിരുന്നു അത്? അറ്റ്ലാന്റിസ്. ആൻഡ് അതിനെ എന്ത് ചെയ്തു? അവരതിനെ മുക്കി കളഞ്ഞു. ഇനി അതിനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സോ അറ്റ്ലാന്റിസ് എന്നിവിടെ പറയുന്നത് ഇവരുടെ അയർലൻഡിനെയാണ്. പണ്ടത്തെ ആ ഒരു അയർലൻഡിൻ്റെ മെമ്മറീസ് എല്ലാം പോയിട്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ആ ഒരു പഴയ അയർലൻഡിനെ പറ്റിയിട്ടാണ് ഈ ഒരു പോയത്തിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്.